ഹായ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ചാപ്റ്റർ 2 ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഭാഗങ്ങളാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. നമുക്ക് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഡാനിയൽ സെൽ എന്ന് പറഞ്ഞ പോർഷനാണ്. ഡാനിയൽ സെല്ല് നമ്മൾ ഫസ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്ന കാര്യമാണ്. അതിന് കുറച്ചധികം പോർഷൻസ് നമുക്ക് നോക്കാം. സോ ഡാനിയൽ സെല്ല് ഞാനിവിടെ കാണിച്ചു തരാം. ഓൾറെഡി നമ്മൾ 10th പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ +2 നമുക്ക് ഇതിലുണ്ട്. സോ ഇതാണ് ഒരു ഡാനിയൽ സെല്ല് അല്ലെങ്കിൽ ഒരു ഗാൽവാനിക് സെല്ലിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഡാനിയൽ സെല്ല് എന്ന് വരുന്നത്. അതിൽ 2 ഇലക്ട്രോഡ്സ് ആണ് നമുക്ക് വരുന്നത്. സിങ്കിൻ്റെ ഒരു ഇലക്ട്രോഡ് ഉണ്ട് ആനോഡായിട്ട് വരുന്നത്. അതിൽ സിങ്കും അതുപോലെ എന്ത് സൊല്യൂഷനിലാണ് ZnSO4 സൊല്യൂഷനിലാണ് വരിക. ഇനി ഇപ്പുറത്ത് കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത് നമുക്ക് കോപ്പറിൻ്റെ ഇലക്ട്രോഡ് ആയിരിക്കും. കോപ്പറിൻ്റെ ഇലക്ട്രോഡിൻ്റെ ഒപ്പം തന്നെ അത് ഡിപ്പ് ചെയ്ത് വെച്ചേക്കുന്ന കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലായിരിക്കും. സോ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ആനോഡിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വിച്ച് ഈസ് ദി ആനോഡ് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ ഓൾവേസ് മേക്ക് ഷുവർ സിങ്ക് ഇൻ ZnSO4 എന്ന് തന്നെ എഴുതണം. അതേപോലെ കാഥോഡിൻ്റെ കാര്യം ചോദിച്ചാൽ കോപ്പർ ഇൻ കോപ്പർ സൾഫേറ്റ് എന്നുള്ള കാര്യം കൂടി എഴുതാം. ഇനി നടുക്കൊരു സോൾട്ട് ബ്രിഡ്ജും കൂടി എന്തായാലും വരയ്ക്കണം. ബിക്കോസ് എക്സാമിന് ഫിഗർ വരയ്ക്കാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഈ സോൾട്ട് ബ്രിഡ്ജിൻ്റെ കാര്യങ്ങൾ മറക്കരുത്. ഇനി ഈ ആരോ ഇട്ടേക്കുന്നത് ഗാൽവാനോമീറ്റർ ആണ്. ഗാൽവാനോമീറ്റർ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാൻ വേണ്ടിയാണ്. ആൻഡ് ഓൾസോ വൺ മോർ തിങ്, ഗാൽവാനോമീറ്റർ യൂസ് ചെയ്യാം, അതേപോലെ തന്നെ വോൾട്ടിമീറ്ററിന് യൂസ് ചെയ്യാം. രണ്ടായാലും ഓക്കെയാണ്. രണ്ടിൻ്റെ റെപ്രസെൻറ്റേഷൻ ഒരേപോലെ തന്നെയാണ് നമ്മൾ എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബേസിക് കൺസ്ട്രക്ഷൻ. എക്സാമിന് നമുക്ക് ഫിഗർ വരയ്ക്കാനായിട്ട് ക്വസ്റ്റ്യൻ വന്നാൽ ഇത്രയും കാര്യങ്ങൾ അതിൽ നോക്കണം. അപ്പോൾ നമ്മൾ ഡാനിയൽ സെല്ലിൽ വരുന്ന സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും കാര്യങ്ങളാണ്. ഇനി ഇവരിങ്ങനെ വെക്കുമ്പോൾ ഇതിൽ ഈ വോൾട്ട് മീറ്ററിൽ ഒരു ഡീവിയേഷൻ കാണിക്കും, അല്ലെങ്കിൽ ഗാൽവാനോമീറ്റർ വെച്ചാൽ അതിലൊരു ചെറിയ ഡീവിയേഷൻ കാണിക്കും. ഡീവിയേഷൻ കാണിക്കുന്നതിൻ്റെ കാരണം എന്താ? അവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് അതിൽ നിന്നും കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് അതിൻ്റെ റിയാക്ഷൻസിലോട്ട് പോവാം, ആനോഡിലെയും കാഥോഡിലെയും. ഓക്കെ, അപ്പോൾ ആനോഡിൽ നടക്കുന്നത് നമുക്ക് നോക്കാം. ആനോഡിൽ എങ്ങനെയായിരിക്കും റിയാക്ഷൻ നടക്കുക എന്നുള്ളത് കേട്ടോ. ഓക്കെ, ആനോഡിൽ റിയാക്ഷൻ നടന്ന് കഴിയുമ്പോൾ ഇതിൽ നിന്നും സിങ്കിൻ്റെ കുറച്ച് എമൗണ്ട് നമ്മുടെ സൊല്യൂഷനിലോട്ട് പോകും. കണ്ടോ അതിൻ്റെ വിട്ട് പോയത്. ഇനി കാഥോഡിൽ ഇതേപോലെ തന്നെ പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. കാഥോഡിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ വിട്ട് കൂടും. ഓക്കെ, അതെങ്ങനെയായിരിക്കാം നടന്നത്? സിങ്കിൻ്റെ ഇവിടെ വിട്ട് കുറഞ്ഞതും അതുപോലെ കാഥോഡിലെ വിട്ട് കൂടിയതും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് അതിലെ റിയാക്ഷൻസിലോട്ടാണ് നമുക്ക് പോകാനുള്ളത്. നോക്കിക്കോടാ, ആനോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന നെഗറ്റീവ് ഇലക്ട്രോഡ് എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ആനോഡിൽ വെച്ചിട്ട് സിങ്ക് ഇലക്ട്രോഡാണ് വരുന്നത്. ഓക്കെ, സിങ്ക് അവിടെ ഡിപ്പ് ചെയ്തേക്കുന്നത് നമ്മൾ എന്തിലാ? ZnSO4 സൊല്യൂഷനിലാണ് വെച്ചേക്കുന്നത്. അവിടെ വെച്ചിട്ട് ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷൻ റിയാക്ഷൻ ആയിരിക്കും നടക്കുക. അതെപ്പോഴും ഓർത്തിരിക്കുക, ആനോഡ് ഓക്സിഡേഷൻ ആണ്, ഇവിടെ നെഗറ്റീവ് ഇലക്ട്രോഡാണ് വരാം. ഇനി അവിടുത്തെ ഓക്സിഡേഷൻ റിയാക്ഷൻ നമുക്കൊന്ന് നോക്കാം. ആനോഡിൽ വെച്ചിട്ട് സിങ്ക് എന്ന് പറയുന്നത് Zn2+ഉം 2 ഇലക്ട്രോണും ആയിട്ടാണ് മാറാം. അതിന് ഓക്സിഡേഷൻ നടന്ന് Zn2+ ആയിട്ട് മാറും. അങ്ങനെ മാറുന്നത് കൊണ്ടാണ് അവിടെ ഉള്ള സിങ്ക് എല്ലാം മെറ്റൽ സിങ്ക് ആയിട്ടുള്ള ആൾക്കാരെല്ലാം നമ്മുടെ സൊല്യൂഷനിലോട്ട് Zn2+ ആയിട്ട് മാറും. അതുകൊണ്ടാണ് അവിടെ ആ വിട്ട് കുറഞ്ഞു വരുന്നത്. എന്നാൽ ഇനിയിപ്പോൾ കാഥോഡിലോട്ട് പോകുമ്പോൾ കാഥോഡ് നമ്മൾ പോസിറ്റീവ് ഇലക്ട്രോഡാണ്. അതിൽ ശരിക്കും പറഞ്ഞാൽ റിഡക്ഷൻ ആണ് നടക്കുക. കാഥോഡ് ഡാനിയൽ സെല്ലിന്റെ കാഥോഡ് എന്ന് പറയുന്നത് കോപ്പർ ഇലക്ട്രോഡിന്റെ ആണ് വരാം അല്ലെ. കോപ്പർ ഇലക്ട്രോഡ് എന്ന് മാത്രമല്ല, കോപ്പർ ഇലക്ട്രോഡ് ഡിപ്ഡിൻ എന്താ? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ് നമ്മൾ എടുക്കുക. ഇവിടെ റിഡക്ഷൻ ആയിരിക്കും നടക്കുക. ഇനി അവിടുത്തെ റിഡക്ഷൻ റിയാക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കോപ്പർ ആണ്, റിഡക്ഷൻ ആണ്. അപ്പോൾ Cu2+ ആണ് വരാം. അത് 2 ഇലക്ട്രോണെ മേടിച്ചിട്ട് Cu ആയിട്ട് മാറും. ഇപ്പോൾ ശ്രദ്ധിക്കാം, ഓക്സിഡേഷൻ നടക്കുമ്പോൾ എപ്പോഴും ആരോ കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ ഇലക്ട്രോൺ വരാം. ഇനി റിഡക്ഷൻ നടക്കുമ്പോൾ ആരോയ്ക്ക് മുമ്പായിരിക്കുള്ളൂ ഇലക്ട്രോൺ വരാം. ആ ഒരു കാര്യം ശ്രദ്ധിച്ചേക്കാം. ഇനി ഇലക്ട്രോണിന്റെ നമ്പർ എഴുതാനായിട്ട് കുറച്ച് പേർക്ക് ഡിഫിക്കൽട്ടി ഉണ്ടാവും. എപ്പോഴും നോക്കാം, Zn2+ ആയിട്ടാണ് മാറുക. അപ്പോൾ എത്രയാണോ ചാർജ് വരുന്നത് അത്രയും തന്നെ ആയിരിക്കും ഇലക്ട്രോണുകളുടെ എണ്ണം വരാം. അപ്പോൾ 2+ എന്ന് കഴിയാൽ 2 ഇലക്ട്രോണിന്റെ എണ്ണം. അപ്പോൾ അത് തന്നെ ആയിരിക്കും 2 ഇലക്ട്രോൺ. ഇനി Cu2+, ഇപ്പോൾ ചാർജ് വരുന്നത് 2+ ആണ്. അപ്പോൾ അത്രയും തന്നെയായിരിക്കും നമ്മുടെ ഇലക്ട്രോണുകൾ വരാം. ഇനി അത് അറിയാനായിട്ട് ഒന്നില്ലെങ്കിൽ ആരോടൊപ്പം ഓർത്തിരിക്കാം, അല്ലെങ്കിൽ ആരോ കഴിഞ്ഞിട്ടുള്ള കാര്യം നോക്കാം, ഇല്ലെങ്കിൽ എപ്പോഴും ചാർജ് ഉള്ള ആളുടെ ഒപ്പം ആയിരിക്കും നമ്മൾ ഇലക്ട്രോൺ എഴുതാം. ആ ഒരു കാര്യം ഓർത്താൽ മതി. റിയാക്ഷൻസ് എഴുതാനായിട്ട് എളുപ്പമായിരിക്കും. ഈ ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്റ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ്. ഡാനിയൽ സെൽ ബേസ് ചെയ്തിട്ട് വരും. അപ്പോൾ അതെന്തായാലും എഴുതാനായിട്ട് ഇതുപോലെ തന്നെ പഠിച്ചിരിക്കണം.
അപ്പോൾ ഇതാണ് ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻ. ഞാനത് ഒന്നും കൂടി കാണിക്കാം. ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻസ് ഞാൻ ഒന്നും കൂടി കാണിക്കുന്നുണ്ട്. ആനോഡ് കാഥോഡ് റിയാക്ഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഫൈനലി ഇക്വേഷൻസ് നമുക്ക് ഇങ്ങനെ എഴുതാം. Zn പ്ലസ് Cu2 പ്ലസ് എ ഗീവ്സ് Zn2 പ്ലസ് എ പ്ലസ് Cu. അതായത് ആ രണ്ട് ഇക്വേഷൻസിനെയും കൂടി നമ്മൾ ഒരുമിച്ച് എഴുതാം. Zn പ്ലസ് Cu2 പ്ലസ് ഗീവ്സ് Zn2 പ്ലസ് എ പ്ലസ് Cu. ഇതായിരിക്കുള്ളൂ ഫൈനൽ നെറ്റ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. നെറ്റ് റിയാക്ഷനാണ്, സെൽ റിയാക്ഷനാണ് നമ്മൾ ഇത് എഴുതിയേക്കുന്നത്. ഇതേപോലെ തന്നെ സെൽ റിയാക്ഷൻ എഴുതുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സെൽ റെപ്രസെൻറ്റേഷനുകൾ എഴുതുക എന്നുള്ളത്. സെൽ റെപ്രസെൻറ്റേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് തന്നെ ഓക്സിഡേഷൻ നടക്കുന്ന ആളെ എഴുതാം. ഓക്സിഡേഷൻ നടക്കുന്ന ആൾക്കാർ Zn ആണ്. Zn എന്തായിട്ടാണ് മാറുക? Zn2 പ്ലസ്. അപ്പോൾ ഓക്സിഡേഷൻ നടക്കുന്ന ആളെ ആദ്യം എഴുതി Zn ബാർ Zn2 പ്ലസ് എഴുതി. ഇനി നടുക്ക് നമ്മളൊരു 2 വര ഇടും. എന്നിട്ട് കാഥോഡിലെ കാര്യങ്ങൾ എഴുതുള്ളൂ. ആനോഡിലെ കാര്യങ്ങൾ ഞാൻ എഴുതി, ഓക്സിഡേഷൻ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 2 വര വരയ്ക്കുന്നത് മീനിങ് സോൾട്ട് ബ്രിഡ്ജാണ് ആ കാണിച്ചേക്കുന്നത്. ഇനി ആ 2 വര വരച്ചു കഴിഞ്ഞാൽ പിന്നെ വരുന്ന കാഥോഡിലെ കാര്യം. കാഥോഡിൽ എന്താ നടക്കുന്നത്? Cu2 പ്ലസ് എന്നുള്ളത് Cu ആയിട്ടാണ് മാറും. അപ്പോൾ അതുവഴി അപ്പോൾ എപ്പോഴും സെൽ റെപ്രസെൻറ്റേഷനുകൾ എഴുതുമ്പോൾ ഓക്സിഡേഷൻ അല്ലെങ്കിൽ ആനോഡായിട്ട് ബിഹേവ് ചെയ്യുന്ന ആരാണോ അതിലുള്ള റിയാക്ഷനിൽ വരുന്ന ആൾക്കാരെ എഴുതി ബാർ ഇട്ട് എഴുതാം. അത് കഴിഞ്ഞിട്ടൊരു ഡബിൾ ബാർ ഇടാം. അതായത് സോൾട്ട് ബ്രിഡ്ജാണ് ആ കാണിച്ചേക്കുന്നത്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ കാഥോഡിലെ കാര്യം എഴുതാം. അതായത് റിഡക്ഷൻ നടക്കുന്നത് എഴുതാം. അതിൽ ഇലക്ട്രോണുകളെ കാണിക്കില്ല, വെറുതെ ബാർ ഇട്ട് മാത്രമേ എഴുതും. ഓക്കെ. സോ ആനോഡിലെ റിയാക്ഷൻ വരുന്നത് സിങ്ക് ഗീവ്സ് Zn2 പ്ലസ് എ പ്ലസ് 2 ഇലക്ട്രോൺ ആണ്. കാഥോഡിലെ റിയാക്ഷൻ വരുന്നത് Cu2 പ്ലസ് എ പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ് Cu എന്നാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് സെൽ റിയാക്ഷൻ എഴുതാം. അതിൽ നിന്ന് തന്നെയാണ് നമ്മൾ എന്ത് എഴുതിയത്? നമ്മുടെ സെൽ റെപ്രസെൻറ്റേഷൻ എഴുതി. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ ഡാനിയൽ സെൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. നേൺസ് ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഡെറിവേഷൻ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ നേൺസ് ഇക്വേഷൻ എപ്പോഴും ചോദിക്കുക, ഡാനിയൽ സെല്ലിൻ്റെ നേൺസ് ഇക്വേഷൻ എഴുതാനായിട്ട് എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഡാനിയൽ സെല്ലിൻ്റെ നേൺസ് ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതാം. ഇ സെൽ ഈസ് ഈക്വൽ ടു E0 സെല്ല് മൈനസ് RT/2F. എന്നിൻ്റെ വാല്യൂ ഇവിടെ 2 ഇലക്ട്രോണാണ് വരാം. അതുകൊണ്ട് എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നേൺസ് ഇക്വേഷൻ നോർമലി എഴുതുമ്പോൾ RT/NF എന്നാണ് എഴുതാം. ഇവിടെ വരുമ്പോഴത്തേക്ക് എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാ? 2 ആണ് വരാം. അപ്പോൾ RT/2F Ln പിന്നെ ആനോഡിലെയും കാഥോഡിലെയും കാര്യങ്ങൾ എന്താ? Zn2 പ്ലസ് ബൈ Cu2 പ്ലസ് എന്നായിരിക്കും എഴുതാം. ഓക്കെ. എപ്പോഴും അത് ശ്രദ്ധിച്ചോളണം. മോളിൽ ആനോഡിലുള്ള Zn2 പ്ലസ് ആണ്, ഡിവൈഡ് ബൈ കാഥോഡിൽ Cu2 പ്ലസ് ആയിരിക്കും. അതിൻ്റെ കോൺസെൻട്രേഷനുകൾ ഇതിങ്ങനെ തന്നെ എഴുതാനേ ചോദിക്കുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ രീതിയിൽ എഴുതാം. ആറിൻ്റെയും ടിയുടെ ഒക്കെ വാല്യൂസ്, എഫിൻ്റെ വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ 0.0591 എന്നുള്ള വാല്യൂ നോക്കാം. അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞാൽ 0.0591/2 Ln Zn2 പ്ലസ് എ ബൈ Cu2 പ്ലസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് നിർത്താം. ഓക്കെ. അപ്പോൾ ഈ ഒരു രീതിയിൽ നേൺസ് ഇക്വേഷൻ ഫോർ ഡാനിയൽ സെല്ലും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് ഡാനിയൽ സെൽ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇതിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക: ഡ്രോ ദി ഡയഗ്രാം ഫോർ ദി ഡാനിയൽ സെൽ, ഓൾസോ റൈറ്റ് ദി ആനോഡ് ആൻഡ് കാഥോഡ് റിയാക്ഷൻസ്, ആൻഡ് വൺ മോർ തിങ്, റൈറ്റ് ദ നേൺസ് ഇക്വേഷൻ ഫോർ ദി ഡാനിയൽ സെൽ. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓരോന്നും 1 വേർഡ് ആയിട്ട് അല്ലെങ്കിൽ ABC എന്ന് പറഞ്ഞാൽ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും ചോദിക്കുക. അപ്പോൾ അതെന്തായാലും കൃത്യമായിട്ട് ഫിഗർ വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. ആനോഡ് കാഥോഡിൻ്റെ റിയാക്ഷൻസ് നമ്മൾ നോക്കി, അതേപോലെ സെൽ റിയാക്ഷൻ നോക്കി, സെൽ റെപ്രസെൻറ്റേഷനും നേൺസ് ഇക്വേഷൻ എഴുതാനുള്ള കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. ബിക്കോസ് ഇത് എക്സാമിന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ക്ലിയർ ആയിട്ട് നോക്കിയേക്കാം. ഓക്കെ.